എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് ഇരിക്കുന്നത്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നല്ലൊരു ഇഡ്ഡലിയുണ്ട്, വടയുണ്ട്, ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇഡ്ഡലി എന്ന് പറയുന്നത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണ്. ഇത് നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് അരിയും ഉഴുന്നും ഒക്കെ അരച്ച് വെച്ചിട്ട് സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ഇഡ്ഡലി ഉണ്ടാക്കിയിരിക്കുന്നത് മില്ലറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രെയിൻ വെച്ചാണ്. മില്ലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയുന്ന ചെറുധാന്യങ്ങളിൽ പലതുണ്ട്. ഈ പിന്നെ തിന, കമ്പ, അങ്ങനെ പല പേരുകളിലുള്ളതുണ്ട്. അപ്പം അത് വെച്ചുള്ള ഇഡ്ഡലി വളരെ ഹെൽത്തിയാണെന്ന് ഇപ്പോൾ ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ നമ്മുടെ സാധാരണ വീടുകളിൽ ഇപ്പം ഡയബറ്റിക് ആയിട്ടുള്ള ഒരുപാട് പേര് അപ്പം ഉണ്ട്. അപ്പം ഫുഡിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ളവരുണ്ട്. കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്, കാർഡിയോ വാസ്കുലർ ഡിസീസ് ഉള്ളവരുണ്ട്. അവർക്കെല്ലാം ഡോക്ടേഴ്സ് പറയും നിങ്ങൾക്ക് റൈസ് അവോയ്ഡ് ചെയ്യണം, ഗോതമ്പ് അവോയ്ഡ് ചെയ്യണം. അങ്ങനെ പറയുമ്പം അമ്മമാർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്, എന്താണ് ഇത് ഇനി ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന്. അപ്പോൾ അതിനൊരു ഓപ്ഷനുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് മില്ലറ്റ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള മില്ലറ്റുകളുണ്ട്. പോസിറ്റീവ് മില്ലറ്റ്സ് ഉണ്ട്, ന്യൂട്രൽ മില്ലറ്റ്സ് ഉണ്ട്, നെഗറ്റീവ് മില്ലറ്റ്സ് ഉണ്ട്. അപ്പം പോസിറ്റീവ് മില്ലറ്റ്സിലാണ് ധാരാളമായിട്ട് ഫൈബർ കണ്ടൻ്റ് ഉള്ളത്. 8 to 12.5% വരെ ഫൈബർ കണ്ടൻറ്റ് ഈ പോസിറ്റീവ് മില്ലറ്റ്സിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ റെഫറൻസ് എടുത്തേക്കുന്നത് ഡോക്ടർ ഖാദർ വള്ളി എന്ന് പറഞ്ഞ നല്ലൊരു ഡോക്ടറുണ്ട്. പുള്ളി ഇതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്ത് ഒരുപാട് റെസിപ്പീസും ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഇതിനകത്തുണ്ടെന്നുള്ളത് അദ്ദേഹമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഡോക്ടർ ഖാദർ വള്ളി നടിക്കാമെങ്കിൽ ഒരുപാട് നല്ല റെസിപ്പീസ് അതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കിയിരിക്കുന്ന ഒരു ഇഡ്ഡലി റെസിപ്പിയാണ്. ഇതുണ്ടാക്കിയിരിക്കുന്ന തിന എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ തിന എന്ന് പറയും, ഇംഗ്ലീഷിൽ ഫോക്സ്ടെയിൽ എന്ന് പറയുന്ന ഒരു മില്ലറ്റാണ് ഇതിന് ഞാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ അതിനകത്ത് ഫോക്സ്ടെയിൽ എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് കാണിക്കാം. നമ്മുടെ സാധാരണ ഇഡ്ഡലി പോലെ തന്നെ ഉള്ളൂ. നന്നായിട്ടത് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്, നല്ല ഫെർമെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെയാണ്. ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, അപ്പം നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമുക്ക് ഏത് കൂട്ടാൻ്റെയും കൂടെ ഇത് കഴിക്കാമെന്നാണ്. ഒരു രുചി വ്യത്യാസം ഒന്നുമില്ല. മില്ലറ്റ്സ് ഏതൊക്കെ വാങ്ങിക്കണം എന്നുള്ളത് 5 തരം മില്ലറ്റ്സ് ആണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. അപ്പോൾ അത് പോസിറ്റീവ് മില്ലറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്കത് കണ്ടിട്ട് അത് വെച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ എവിടെ ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ആമസോണിൽ ഇപ്പോൾ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. മില്ലറ്റ്സ് എന്ന് അടിക്കാമെങ്കിൽ ഇഷ്ടംപോലെ മില്ലറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോ മില്ലറ്റ്സിനും ഓരോ ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പം അതും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് എനിക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഒന്ന് കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ അത് നിങ്ങൾക്ക് അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് പല വിഭവങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക, ഞാൻ കൂടുതൽ ട്രൈ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങളെ കാണിക്കാം. ഈ മില്ലറ്റ്സ് വെച്ച് തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം. ബിരിയാണി ഉണ്ടാക്കാം, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം, ഉപ്പുമാവ്, പുട്ട്, അങ്ങനെ എന്ത് ഓപ്ഷൻസ് വേണമെങ്കിലും ഈ മില്ലറ്റ്സ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇനിയും തൊട്ട് നിങ്ങളുടെ ജീവിതത്തിലും മില്ലറ്റ്സ് അതിന് ഒരു പാർട്ടായിട്ട് ഒരു ഭാഗമാക്കുക. അപ്പം കൂടുതൽ ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക, എങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കിയെന്നുള്ളത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ആ ഹെൽത്തി മില്ലറ്റ് ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
അപ്പോൾ അതിനു മുമ്പ് ഈ മില്ലറ്റ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. മില്ലറ്റ്സ് മാർക്കറ്റിൽ പല തരത്തിലുള്ള മില്ലറ്റ്സ് അവൈലബിൾ ആണ്. മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പണ്ട് നാട്ടിലുണ്ടായിരുന്ന ഈ തിന, കമ്പ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങളാണ്. അതിൽ ഹൈ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുത്താണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഡയബറ്റിക്കുകാർക്കും കൊളസ്ട്രോളുകാർക്കും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊരു ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് റൈസ് കഴിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ തിന എന്ന് പറയുന്നത് നോക്കിയാൽ ചെറുധാന്യം കണ്ടോ, വളരെ ഒരു യെല്ലോയിഷ് കളറിലുള്ള ഒരു ധാന്യമാണ്. കൂടുതൽ നമുക്ക് ഇത് വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്താൽ ഏറ്റവും ഗുണം കൂടുതൽ കിട്ടും. അതനുസരിച്ച് വേണം നമ്മൾ സോക്ക് ചെയ്യാൻ. അതിൻ്റെ ടൈം മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഞാൻ നിങ്ങൾക്ക് വേറൊരു മില്ലറ്റും കൂടെ പരിചയപ്പെടുത്തി തരാം. ഇതിൻ്റെ പേരാണ് ബാർൺയാർഡ് മില്ലറ്റ്. അതിൻ്റെ മലയാളം കവടപ്പുല്ല് എന്നാണ്. അപ്പോൾ ഇതും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ഞാൻ ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. ബാർൺയാർഡ് മില്ലറ്റ് എന്ന് പറയും. ഇത് വെച്ച് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി നോക്കിയപ്പോൾ വളരെ നല്ല സോഫ്റ്റായിട്ട് വന്നു. ടേസ്റ്റൊക്കെ വളരെ നല്ലതായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഒന്നുകിൽ ഇത് ഫോക്സ്റ്റെയിൽ മില്ലറ്റ് എന്ന് പറയുമ്പോൾ അത് രണ്ടും കൂടെ ഉള്ള ഇത് നോക്കിയാൽ കളർ വ്യത്യാസം കണ്ടോ. ഒരെണ്ണം ഒരു യെല്ലോയിഷ് കളറും ഒന്നൊരു ഇച്ചിരി ബ്രൗണിഷ് കളറുമാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഏതാ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് വാങ്ങിക്കുക. ഒരുപാട് മില്ലറ്റ്സ് അവൈലബിളാണ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എത്ര തരം മില്ലറ്റ്സ് അവൈലബിളാണ്, അതിലേറ്റവും ബെസ്റ്റ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് ഇന്നിവിടെ ഞാൻ ഫോക്സ്റ്റെയിൽ മില്ലറ്റ് വെച്ചാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഒരു 2 കപ്പ് ഫോക്സ്റ്റെയിൽ മില്ലറ്റ് അളന്നെടുക്കുവാണ്. അപ്പം രണ്ട് കപ്പ് എന്ന് പറയുമ്പോൾ 1 കപ്പ് 250 ml. നിങ്ങൾ ഏത് കപ്പ് എടുക്കുന്നത് ആ സെയിം കപ്പ് 2 കപ്പ്. അതൊരു പാത്രത്തിലെടുത്തിടുക. അപ്പോൾ 2 കപ്പ് മില്ലറ്റ് എടുത്തു. അപ്പോൾ ഇത് ഇനിയും വാഷ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഒരുപാടങ്ങ് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 2-3 റിൻസ് പെട്ടെന്നൊന്ന് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിന് ഔട്ടറിൽ ഒരുപാട് ന്യൂട്രീഷൻസ് ഉള്ളതുകൊണ്ട് അതൊന്നും പോകാതിരിക്കാൻ ഇങ്ങനെ ഫസ്റ്റ് ഒന്ന് വാഷ് ചെയ്തു, എന്നിട്ടത് ആ വെള്ളം കളയണം. രണ്ടാമതൊന്നുകൂടെ വാഷ് ചെയ്യണം. ഈ വെള്ളവും ഊറ്റിക്കളയുക. അപ്പോൾ 2 പ്രാവശ്യം വാഷ് ചെയ്തു. ഇനി മൂന്നാമത് വെള്ളം ഇതിൻ്റെ നെകൊക്കെ ഒരു 3 ഇരട്ടി വെള്ളം ഒഴിച്ചൊക്കെ വെക്കുക. ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് പാത്രം അടച്ചു വെച്ചിട്ട് 6 to 8 hours ഇതുപോലെ ഇങ്ങനെ ഇരിക്കണം. 6 to 8 hours തന്നെ വെക്കണം. കൂടുതൽ വെക്കുന്ന ഏറ്റവും നല്ലത്. എന്നുവെച്ചാൽ അതിൻ്റെ ഫൈബർ കണ്ടൻറ്റും ഒക്കെ നല്ലപോലെ ഡൈജസ്റ്റ് ആകണമെങ്കിൽ നന്നായിട്ടത് സോക്കായി കിട്ടണം. അതിനാണ് 6 to 8 hours സോക്ക് ചെയ്യുന്നത്. അപ്പം തിനയുടെ ഇത് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഉഴുന്നാണ് എടുക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് ഉഴുന്നാണ് സോക്ക് ചെയ്യേണ്ടത്. അപ്പം 2 കപ്പ് തിനയല്ലി എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് 3/4 കപ്പ്, ഏത് കപ്പിനെടുക്കുന്നു അതിൻ്റെ സെയിം 3/4 കപ്പ് ഉഴുന്ന്. ഞാനിപ്പം ഫുൾ ഉഴുന്നാണ് എടുത്തത്. സ്പ്ലിറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ആ ഉഴുന്നും കൂടെ നന്നായിട്ടൊന്ന് കഴുകി, ഇതിപ്പം 4-5 പ്രാവശ്യം കഴുകിയാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് കഴുകിയിട്ട് ആ വെള്ളം കളയാതെ അതിനകത്താണ് ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് കഴുകിക്കൊണ്ടിരട്ടെ. അപ്പോൾ ഉഴുന്ന് കഴുകിയെടുത്തിട്ട് വെള്ളവും ഞാൻ ഒഴിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉലുവ അതുകൂടെ ഇട്ടേക്കുക. ഇത് തിനയുടെ കൂടെ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഉഴുന്നിൻ്റെ കൂടെ ഇടാം. അതും കൂടെ 6 to 8 hours ഇതിന് തിനയുടെ കൂടെ സോക്കായി കിട്ടും. അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇത് രണ്ടും ഇവിടെ ഇരുന്ന്
ഒരു 6 to 8 hours സോക്കായി ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. വീണ്ടും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കുതിരാൻ വെച്ചിരുന്ന ഉഴുന്നും മില്ലറ്റും എല്ലാം സോക്കായി കഴിഞ്ഞു. അപ്പം ആദ്യം ഞാൻ ഈ ഉഴുന്ന് അരയ്ക്കാൻ പോവുകയാണ്. അപ്പം ഒരു ഐറ്റം ഇൻഗ്രീഡിയൻ്റ് കൂടെ ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. ഇത് ഓപ്ഷനിലാണ്. അവൽ, ഈ ചോറിന് പകരം അവൽ ഞാൻ അരക്കപ്പെടുത്ത് 1 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കും. അത് നല്ല സോക്കായിട്ടിരിപ്പുണ്ട്. ഇതും കൂടെ ഇത് ഇഡ്ഡലിക്ക് ഇടുമ്പോൾ നല്ലൊരു സോഫ്റ്റായിട്ട് വരും. ഇത് ഓപ്ഷനില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. അല്ലെങ്കിൽ മില്ലറ്റും ഇതും കൂടെ ഉഴുന്നും കൂടെ അരച്ചാൽ മതി. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഉഴുന്നും മില്ലറ്റും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഉഴുന്ന് നല്ല തിക്കായിട്ട് അരച്ചേക്കുന്നത്, നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് അരച്ചേക്കുന്നത്. അതും അവലും കൂടെ നല്ല തിക്കായിട്ട് അരച്ചേക്കുന്നത്. ഇനി മില്ലറ്റ് അരച്ചേക്കുന്നത് കുറച്ചുകൂടെ ലൂസ് ഇതായിട്ട് കുറച്ച് റണ്ണിങ് ദോശമാവിൻ്റെ കൂട്ടാണ്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ പോവുക. ഒരു ഇച്ചിരി ഒരു തരി വേണം ഇതിനകത്തെ. മാവ് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മില്ലറ്റ് അരയ്ക്കുമ്പോൾ കുറച്ച് തരിയായിട്ട് കുറച്ച് വേണം നമുക്ക്. ഇഡലിക്ക് കുറച്ച് തരി നമ്മളിങ്ങനെ ഇവിടുത്തെ നോക്കി കാണാം. ഈ റവയുടെ കൂട്ടൊരു സ്വല്പം തരിയായിട്ട് ഇങ്ങനെ കിടക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 8 തൊട്ട് 10 മണിക്കൂർ സാധാരണ ഇഡലിക്ക് പൊങ്ങാൻ വെക്കുന്ന പോലെ വെക്കണം. ഞങ്ങളുടെ ഇവിടെ തണുപ്പ് രാജ്യമായതുകൊണ്ട് ഇവിടെ എനിക്കൊരു 12 to 13 hours വെക്കേണ്ടി വരും. അപ്പോൾ ഞാൻ കൂടുതൽ സമയം എനിക്ക് വെക്കണം. ഇപ്പം ഞാൻ ഇവിടെ രാത്രിയായി. അപ്പോൾ ഓവർനൈറ്റിങ്ങിന് ഇത് ഓവൻ ഒരു ടെമ്പറേച്ചർ ലൈറ്റ് ഇട്ടിട്ട് അതിൽ വെച്ചേക്കും. എന്നിട്ട് നാളെ രാവിലെ ഒരു 8 മണി 9 ആകുമ്പോഴത്തേക്ക് ഉണ്ടാക്കാമെന്ന് പോലെ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ അടച്ചു വെച്ചിട്ട് നാളെ രാവിലത്തേക്ക് ഫെർമെൻ്റായിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഇഡലി ഫെർമെൻറ്റ് ചെയ്യാൻ ഞാൻ വെച്ചിരുന്നത്, ഇപ്പം ഇവിടെ തണുപ്പ് രാജ്യമായിട്ട് ഒരു 14 hours എടുത്തു ഫെർമെൻ്റ് ആകാൻ. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. എല്ലാം നല്ലതായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഉപ്പ് ഇതുവരെ ഇട്ടില്ല. ഇനിയിപ്പം ഇതൊന്ന് ഇളക്കിയിട്ടാണ് ഉപ്പിടാൻ പോകുന്നത്. ഉപ്പിടിട്ടാൽ ഫെർമെൻറ്റിനെ അത് ബാധിക്കും. അതുകൊണ്ടാണ് ഉപ്പിടാതെ വെച്ചിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഉപ്പോടിട്ടിട്ട് നമുക്ക് ഇഡ്ഡലി ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ മാവെല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഉപ്പൊക്കെ ഇട്ട് വെച്ചേക്കുവാണ്. അപ്പം ഇഡ്ഡലി തട്ട് ഞാൻ ഒന്ന് സ്റ്റീം ചെയ്യാൻ ഇവിടെ വെച്ചേക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇതൊരു മൾട്ടി കുക്കറാണ്. അതുകൊണ്ട് ചാക്സൻ്റെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത്. ഇനി വെള്ളം ഇങ്ങനെ അടി വെച്ചിട്ട് ഇത് ഇവിടെ ഇങ്ങനെ തുറന്നിട്ട് ഇഡ്ഡലി തട്ടുകൾ ഓരോന്ന് വെക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ ഇരിക്കുന്ന ഇഡ്ഡലി തട്ട് ഒഴിച്ചൊന്ന് ഇഡ്ഡലി കുക്കറിലങ്ങ് വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ വരട്ടി, സാധാരണ എണ്ണ വരട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് സ്റ്റീമെല്ലാം വന്നു കഴിയുമ്പോൾ ഓരോന്നിലും ഈ മാവയിൽ ഓരോ തവി ഒഴിക്കുക. ഇതിലോട്ട് ഇറക്കി വെക്കുക. അടുത്ത തട്ടിലും ഇതുപോലെ തന്നെ ഒഴിച്ചിട്ട്
എല്ലാ തട്ടിലും ഒഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം ഇതൊരു 10 തൊട്ട് 12 മിനിറ്റ് വരെ ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം 12 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാം നല്ല ഉടുന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊന്നൊരു വെച്ച് കുത്തി നോക്കട്ടെ. അപ്പം എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്യുവാണ്. നമുക്കത് പാത്രത്തിലോട്ടാക്കാം. അപ്പോൾ ഇഡലി ഞാൻ ഒരു 5 മിനിറ്റ് അതിൻ്റെ ചൂടൊന്ന് ആറാൻ വെച്ചിരുന്നു. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ഇഡ്ഡലി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യണം, ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ നല്ല ഹെൽത്തി ഫുഡ് ജീവിതത്തിൻ്റെ ഒരു പാർട്ടാക്കണം. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.